ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം UAE ദുബായിലുള്ള JVC എന്ന സ്ഥലത്താണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്ന രണ്ട് വ്യക്തികളെന്ന് പറയാൻ ഒരു അമ്മാവൻ മരുമകൻ എന്നൊരു റിലേഷനും കൂടി അവർ തമ്മിലുണ്ട്. നമ്മുടെ റഫീഖ് സാറും അതുപോലെ തന്നെ കമാൽ സാറും. അവർ രണ്ടുപേരും സ്മാർട്ട് കുക്ക് റെസ്റ്റോറൻറ്റ് LLC എന്ന സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. അവരുടെ ഇത്രയും വർഷത്തെ വിശേഷങ്ങളും ജീവിത അനുഭവങ്ങളെല്ലാം അവരോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുന്നേ അവർ രണ്ടുപേരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. റഫീഖ് സാർ, കമാൽ സാർ, രണ്ടുപേരും നാട്ടിലെവിടെയാണ്? കണ്ണൂർ അല്ലേ? കണ്ണൂർ എക്സാക്ട്ലി കണ്ണൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെ ഒരു മൊണ്ടേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. മൊണ്ടേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഓക്കെ. സാറും തറവാട് ഒരു വീട്. ഓക്കെ. ഹാപ്പിയാണ്? വേറെ നഷ്ടങ്ങളായിട്ട് ഒന്നും മീൻസ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് വേറെ ഒന്നും ഇതില്ല. നന്ദി പറയേണ്ടത് UAE ഗവൺമെന്റിനോടും ഈ ഒരു മണ്ണും സപ്പോർട്ട് ചെയ്ത് ജനങ്ങള്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ ഈ സക്സസിന് നമ്മളെ കൂടെ നിന്ന് നമ്മുടെ സ്റ്റാഫുകളാണ് തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തിന്റെ വിജയമാണെങ്കിലും സ്റ്റാഫുകളുടെ മനസ്സിലുള്ള ഒരു സപ്പോർട്ടാണ്. നിങ്ങൾ തുടക്കം മുതലുള്ള ആൾക്കാർ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ. ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് സാർ ആദ്യം ടൈലറിംഗ് തന്നെ ആയിരുന്നോ? ഓക്കെ. അവിടെ എത്ര വർഷം? അവിടെ ഒരു ഗോൾഡ് സൺസ് അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് അരൻകോന്റെ കമ്പനിയിലായിരുന്നു, സിൽവർ സൺസ് അപ്പാർട്ട്മെന്റ്. അവിടെ ഒരു 10 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. 10 വർഷം. അതിനുശേഷം എപ്പോഴാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കണമെന്നൊരു ലക്ഷ്യം രണ്ടുപേർക്കും തോന്നിയത്? ബിസിനസ് ഞാനാണ് സാറാണ് നമ്മുടെ രണ്ടാമത് പാർട്ട്ണർ. ഞാനാണ് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. ഇത് സാർ എപ്പോഴാണ് ബിസിനസ് ആരംഭിക്കണമെന്നൊരു മീൻസ് എങ്ങനെയാണ് അതിന്റെ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിയത്? ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റിയൽ എസ്റ്റേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരും ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് മുമ്പ് 2017 ഞങ്ങൾ ബർദുബിലായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് ഓപ്പണായി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബർഷയിൽ ഓപ്പൺ ചെയ്തു, മിറാക്കിൾ ഗാർഡൻ തൊട്ടടുത്ത്. അപ്പം ബർദുബൈ പിന്നെ കുറച്ച് ഈ കൊറോണക്ക് അടുത്തായിട്ടാണ് കുറച്ച് റോഡ് പ്രശ്നം കൊണ്ട് ബിസിനസ് അവിടെ ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഇവിടെ അർജാൻ ബർഷ അവിടെ നമുക്ക് ബിസിനസ് നന്നായിട്ട് ക്ലിക്ക് ആയിരുന്നു. ഇപ്പൊ നിലവിൽ നമുക്ക് 3 സംരംഭങ്ങളാണ്. എവിടേക്കാണ് എക്സാക്ട്ലി ലൊക്കേഷൻ? ഇത് JVC, പിന്നെ അർജാൻ മിറാക്കിൾ ഗാർഡന്റെ തൊട്ടടുത്ത്, പിന്നെ സിലിക്കോൺ ഓവർസീസിൽ സ്മാർട്ട് ഡിസൈൻ മോഡൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ലുലു മാളിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും 3 സംരംഭങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എത്രമാത്രം സ്റ്റാഫുകളാണ് നമുക്കുള്ള? ഞങ്ങളിപ്പം മൊത്തത്തിൽ 118 മുകളിലാണ്. ഓക്കെ. ഒരു മരുമകനെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു 120ഓളം കുടുംബങ്ങളുടെ നാഥന്മാരായി മാറി. അതില് ഞങ്ങളുടെ സ്റ്റാഫിന് ഒന്നാമത് എല്ലാവരും നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ്. നമ്മളും അവരോടും അങ്ങനെയാണ്, അവരിങ്ങോട്ടും അങ്ങനെയാണ്. ഈവൻ നമ്മൾ സ്റ്റാഫ് ചില ആൾക്കാർ പോയിട്ടുള്ള തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ അവർ വരാൻ വേണ്ടിട്ട് താല്പര്യം നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ അവര് വിട്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് നിങ്ങളുടെ ഒരു ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഏതൊക്കെ നാഷണാലിറ്റീസ് ആണ് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഇവരുടെയൊക്കെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. തന്നെയാണ് സപ്പോർട്ട്. പിന്നെ നമുക്കിപ്പം അവരെ കുടുംബക്കാരെ പ്രാർത്ഥനയും കൂടി അതിന്റെ ഒരു ഇതില് ശരിക്കും പറഞ്ഞു. തീർച്ചയായിട്ടും. കാര്യം നമുക്ക് എന്തൊരു ഉയർച്ച താഴ്ചകൾ വന്നാൽ എല്ലാ ആൾക്കാരും പല ഇതിനും നമ്മളെ വിളിക്കുകയും അവരിതൊക്കെ ചെയ്യുന്നു. തീർച്ചയായിട്ടും. കാര്യം ഇത്രയും ഒരു 120 സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു 120 കുടുംബങ്ങളാണ് സത്യം പറഞ്ഞാൽ. അവരുടെ ഒരു കുടുംബം ജീവിച്ചു പോകാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന വന്നു ചേരുന്നത് നിങ്ങളെ രണ്ടുപേർക്ക് മാത്രമാണ്. പിന്നെ അറിയാം നമുക്ക് എന്താ പറയുക, ഈ ഒരു റെസ്റ്റോറൻറ്റ് മേഖല തീർച്ചയായിട്ടും ഈ എസ്പെഷ്യലി നമ്മളെ ദുബായ് എന്നുള്ളത് റെസ്റ്റോറൻറ്റ്സിന്റെ ഒരു എന്താ പറയുക ഒരു ബൾക്ക് ഓഫ് ട്രീ എന്ന് തന്നെ പറയാം. ആ രീതിക്കാണ് നമുക്ക് ഇവിടെ നല്ലൊരു കോമ്പറ്റീഷൻ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിലും നിങ്ങൾ ഈ ഒരു 3 സ്ഥാപനങ്ങൾക്ക് മാഷാഅല്ലാഹ് നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് പല അടുത്തൊന്നും തേടി വരുന്നുണ്ട്. അതും നമ്മുടെ ആസ് എ മലയാളി എന്ന് പറയുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മുടെ ഫോക്കസ് മലയാളീസിനോട്ട് മാത്രമാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ മലയാളീസ് മാത്രമല്ല, ഇപ്പം നമ്മുടെ കണ്ണൂരിലാണെങ്കിലും നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, റഷ്യക്കാരുണ്ട്, പല നാഷണാലിറ്റിയിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സക്സസ് മന്ത്രം, ഒരു വിജയ രഹസ്യം എന്നുള്ളതെങ്കിൽ അതെന്തായിരിക്കും? ഞങ്ങള് മെയിനായിട്ട് ഫുഡിന് ക്വാളിറ്റി,
ഓക്കെ. പിന്നെ ഹക്കിൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആൻഡ് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാം മീനിൻ്റെ ചാർജും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ആൾക്കാർക്കും ചെറുതായിരിക്കാനും വലുതായിരിക്കാനും ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കഴിക്കാം. പിന്നെ പ്രൈസും വളരെ കുറവായതുകൊണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആണ്. പ്രൈസ് കുറവാണെന്ന് കരുതിയിട്ട് ക്വാളിറ്റിയിൽ ഒരു മാറ്റം എടുക്കാറില്ല. എല്ലാ സ്ഥലത്തും ഒരേ ടേസ്റ്റിലാണ് സാധനം കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്. നമ്മൾ അവരെ പൂർണ്ണ ഹാപ്പി ആക്കിയിട്ടാണ് നമ്മുടെ സ്റ്റാഫ്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. തീർച്ചയായിട്ടും. കാര്യം നമ്മളെല്ലാ 3 സ്ഥലത്തും ഒരേ ക്വാളിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്മാർട്ട് കുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സാക്ട്ലി എന്തൊക്കെ തരം വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ മലയാളീസ് കസ്റ്റമേഴ്സിനായിട്ട് സ്പെഷ്യലായിട്ട് പലതരം ഫുഡ് ഞങ്ങൾ സ്പെഷ്യൽ അടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് മെയിൻ യൂറോപ്യൻസ് ഉണ്ട്, റഷ്യൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, മെയിൻ ഇന്ത്യക്കാരുണ്ട്, മലയാളീസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിന് പെർ ഡേ ആയിട്ട് ഓരോരോ ഐറ്റംസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കാറാണ് പതിവ്. യൂറോപ്യൻസിന് അവരുടേതായ ഐറ്റംസ് ഉണ്ടാവും, നോർത്ത് ഇന്ത്യൻസിന് അവരുടെ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ മലയാളീസിൻ്റെ എല്ലാ സ്പെഷ്യലും അതും ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് നമുക്കിവിടെ എല്ലാ ഫുഡും. മലയാളീസ് കുറവാണ്. മലയാളീസ് കുറവാണെങ്കിലും വീക്കെൻഡ് ഡേയ്സിലൊക്കെ മലയാളീസ് ഇഷ്ടംപോലെ. ഈ അടുത്തുള്ള ഫാമിലീസ് മുഴുവൻ ചൂസ് ചെയ്യുന്നത് സ്മാർട്ട് കുക്ക് റെസ്റ്റോറൻറ്റ്. സ്മാർട്ട് കുക്ക് തന്നെ. ഇവിടെ നമ്മൾ ഡെലിവറി ആണെങ്കിലും എല്ലാം ഫ്രീ ഡെലിവറിയാണ്. ഓക്കെ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും ഉണ്ട്. നമ്മുടേതായിട്ടില്ല. നമ്മൾ ഈ തലഭാഗത്ത് സ്മൈല്, ഓക്കെ. നമ്മുടെ വേറെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ സംതിങ് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു കച്ചവടം ഇല്ല. ഓക്കെ. നമുക്കൊന്ന് ഒരു മൗത്ത് പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ റെസ്റ്റോറൻറ്റ്. അതാണ് മൗത്ത് പബ്ലിസിറ്റി. ഓക്കെ. പറഞ്ഞിട്ട് ആൾക്കാർ കാര്യം തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഇന്ന് രാവിലെ നമ്മളെ ടീം ഇവിടെ വന്നപ്പോൾ പോലും നമ്മൾ കണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരാൾ കഴിച്ചിട്ട് പോകും. യൂഷ്വലി ഇപ്പം നമ്മൾ വരും, നമ്മൾ കഴിക്കും, നമ്മൾ ബില്ല് പേ ചെയ്യും, നമ്മൾ പോകും. പക്ഷേ ഇവിടുത്തെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സംഭവം മാഷാഅല്ലാ ഇവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് ഒരാളെ വിളിച്ച് പറയുകയും ചെയ്തിരിക്കും. കാരണം ഇന്ന് ലൈവായിട്ട് ഞാൻ രാവിലെ കണ്ട ഒരു സംഭവമാണ്. ഇവിടെ നിന്ന് ഒരു കസ്റ്റമർ ഒരു ഫാമിലി വന്ന് കഴിച്ചു ഇറങ്ങിപ്പോയി. ഞങ്ങളുടെ സ്മാർട്ട് കുക്ക് അർജാൻ സ്ഥിതി ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു പ്രത്യേക സ്ഥലത്താണ്. അത് 6 മാസം അവിടെ മിറാക്കിൾ ഗാർഡൻ തുറന്നു കഴിഞ്ഞാൽ ക്രൗഡ് ഉണ്ടാവുള്ളൂ. അതെല്ലാ സമയത്തും നോർമൽ സ്ഥലമാണ്. പക്ഷെ അവിടെയാണ് ഉച്ചക്ക് രാവിലെ മുതൽ കസ്റ്റമേഴ്സ് വരുന്നത് മലയാളീസാണ് കൂടുതൽ. അത് വരുന്ന പല ഭാഗത്തും. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പോയാലും തിരിച്ച് കയറി വരും. അങ്ങനെ രീതിക്കാണ് പറയുന്നത്. കാര്യം അതിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ അവരിലേക്ക് കൊടുക്കുന്ന ഒരു ഫാമിലി റിലേഷൻ്റെ ഒരു ആഴമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആരാന്ന് മുതിർന്നവർ താഴ്ന്നവർ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈക്വൽ. എല്ലാവരും ഒരാളെ ഡെവലപ്മെന്റ് ചെയ്യാൻ വന്നിട്ടില്ല. അത്യാവശ്യം എന്തെങ്കിലും ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാം. അങ്ങനെ 2-3 പേര് വന്നിട്ടുണ്ട് ഇവിടെ. ഇനിയും 1-2 വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു രാജ്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളാണെങ്കിലും ഇവിടുത്തെ സ്വദേശികളാണെങ്കിലും നമ്മളെ അവരൊരു അന്യരാജ്യക്കാരെ പോലെ അല്ല കാണുന്നത്. സ്വന്തം രാജ്യക്കാരെ പോലും കണ്ട് നല്ലൊരു സ്നേഹവും തരുന്നുണ്ട്, നല്ലൊരു സപ്പോർട്ടും തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ബിസിനസ് ലൈഫിലും എത്രമാത്രമാണ് ലഭിച്ചിട്ടുള്ളത്? അതുകൊണ്ടാണല്ലോ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ ഭരണാധികാരിയുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും എല്ലാ സൗകര്യം എല്ലാത്തിനുള്ള ഇതും അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മുടെ ലൈഫ് ചേഞ്ചർ എന്നുള്ളത് യുടെ മണ്ണ് തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും ഈ ഒരു മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കുന്നെങ്കിൽ ഈ ഒരു മണ്ണ് നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും വലയിൽപ്പെടാതെ അതിനെ നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് നല്ലതുപോലെ പഠിച്ചിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ ഹാർഡ് വർക്ക് കൂടി ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് പ്രശ്നമുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ വിഷൻ ഇനി മുന്നോട്ടേക്ക് നമ്മുടെ സ്മാർട്ട് കുക്കിൻ്റെ നമ്മൾ എന്തൊക്കെ വെഞ്ചേഴ്സാണ് ഇനിയിപ്പോൾ പുതിയ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ പ്രോജക്ട്സ് ആണ് ഉള്ളത്? ഒരു ഫ്യൂച്ചർ വിഷൻ എന്ന് ചോദിച്ചാൽ എന്തായാലും വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ ഒരു മേഖലയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ ഇതേ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് ഇതില്ലാതെ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് 2 ഓപ്പണിംഗ് കൂടി ഉണ്ട് നടത്തുന്നത്. ലൊക്കേഷൻ ഫൈനലായപ്പോൾ ഒന്ന് പീസസാണ്, ഒന്ന് അൽക്കോസിലാണ്. അപ്പം ഓപ്പണിംഗ് ചെയ്യാനുള്ള സൂൺ നമുക്ക് 2 കൂടെയാണ് മൊത്തം 5ാമത്തെ സ്ഥാപനമായി മാറും. പിന്നെ എന്തെങ്കിലും നമ്മളെ UAE വിട്ട് മറ്റെവിടെയെങ്കിലും GCCയിൽ എവിടെയെങ്കിലും നോക്കാൻ പ്ലാൻ ഉണ്ടോ?
കുറച്ചുകൂടി ഒരു സ്റ്റാൻഡ് ബൈ ആക്കി. കൂടി കഴിഞ്ഞിട്ട് സൗദിയിലേക്ക് ഞങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു. സൗദിയിലേക്ക് നമ്മളെ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചുണ്ട്. ഇതേ ഇതില് ഈ ബ്രാൻഡില് അവിടെ തുടങ്ങാൻ വേണ്ടിട്ട് ക്ഷണിക്കുന്നുണ്ട്. ലോക്കൽസ് അവിടുത്തെ ലോക്കൽസ് വിളിക്കുന്നത് ഇതിലൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മൾ അവിടുത്തെ ഇത് അറിയാതെ നമ്മൾ അത് സാറിന് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ഒരിടത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മീൻസ് റൂൾസ് പഠിച്ച് അവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു ബിസിനസ് തുടങ്ങി മാത്രമേ അതൊരു ബിസിനസ് ഒരു ട്രിക്ക് കൂടിയാണ്. അതല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് ഒരു രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നും അറിയില്ല, നിയമവശങ്ങളൊന്നും അറിയാതെ പോയിട്ട് അവിടെ ബിസിനസ് ചെയ്ത് സക്സസ് ആവുന്നുള്ളത്. എന്തായാലും ആ ഒരു സക്സസിന് ഇനിയിപ്പം ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും പഠിച്ച തമ്പുരാൻ കൂടെ തുണമികട്ടെ, എല്ലാ ഹയറും നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇത്രയും ടൈം നമുക്ക് വേണ്ടിയിട്ട് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാറേ. അറിയാം റെസ്റ്റോറൻറ്റ് മേഖലയാണ്, നല്ല തിരക്കുണ്ട്, നല്ല റഷുണ്ട്, പല ആൾക്കാരും കാത്തിരിപ്പുണ്ടെന്ന് അറിയാം, പല സ്ഥലങ്ങളിലും പോവേണ്ടി കൂടിയാണ്. പക്ഷെ എന്നാലും ഇതിനിടയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ടൈം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാലും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് സംബന്ധിക്കാൻ പറ്റിയതിലും കാണാൻ പറ്റിയതിലും ഒരുപാട് നിങ്ങളെ വന്നത് കണ്ടത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. അസ്സലാം. അപ്പോൾ ഇത്രയും സമയം ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മളെ റഫീഖ് സാറും അതുപോലെ തന്നെ കമാൽ സാറുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മീൻസ് എന്താ പറയുക, ഒരു മനുഷ്യർ ഇവിടെ യുടെ മണ്ണിൽ കാണിച്ചു കൊടുത്ത് വെക്കുന്നത് ജസ്റ്റ് ഒരു ജോലി എന്നൊരു സ്വപ്നം തേടിയാണ്. അദ്ദേഹം മെല്ലെ മീൻസ് എന്താണ് UAE അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ സിസ്റ്റം എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോരുത്തർ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. പലരും വിജയിക്കും, പലരും മീൻസ് തോൽവിയിലോട്ടെത്തി ഈ രാജ്യം വിട്ടതിന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരു മീൻസ് കംപ്ലീറ്റ്ലി ഒരു സപ്പോർട്ട് ബേസ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആദ്യം കമാൽ സാർ വന്നു, അതിനുശേഷം കുറച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തെയും കൊണ്ടുവന്നു, റഫീഖ് സാറിനെയും കൊണ്ടുവന്നു. പിന്നെ ഓരോ കമ്പനീസിലും വർക്ക് ചെയ്തിട്ട് എന്താണ് UAE, ഇവിടെ ഒരു ബിസിനസ് നടത്തി എന്താണ് എങ്ങനെയാണെന്ന് ഏറ്റവും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഒരു ബിസിനസ്സിലോട്ട് കാഴ്ചവെടുത്ത് വെച്ചത്. അതുകൊണ്ട് മാത്രമാണ് എല്ലാം മനസ്സിലാക്കിയിട്ട് വെച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പം മീൻസ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു സക്സസ്സിലോട്ട് എത്താൻ പറ്റിയതിൻ്റെ ഒരു കാരണം പോലും. അതുപോലെ നമ്മുടെ സ്മാർട്ട് കുക്ക് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏതൊരു പ്രേക്ഷകർക്കും ധൈര്യമായിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. കാര്യം 100% ജെനുവിനാണ്. ഫുഡാണെങ്കിലും ഇവിടുത്തെ സർവീസ് ആണെങ്കിലും ഏറ്റവും കാര്യങ്ങളും വരും. സോ എന്തായാലും ഇത്രയും ടൈം പ്രേക്ഷകർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. സോ നന്ദി, നമസ്കാരം.